ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 8ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ജില്ലാ പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഗവൺമെൻറ് സ്കൂളുകളിൽ കായിക അധ്യാപകൻ, ലൈബ്രറിയൻ എന്നീ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 23 രാവിലെ 10:30 ജില്ലാ പഞ്ചായത്തിൽ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ലെക്ചറർ ഇൻ മാത്തമാറ്റിക്സ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കോടെ ബിരുദാനന്തര ബിരുദവും PhD അല്ലെങ്കിൽ നെറ്റുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇവരുടെ അഭാവത്തിൽ 60% മാർക്കോടെ ബിരുദാനന്തര ബിരുദമുള്ള ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കും. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, മാർക്ക് ലിസ്റ്റ്, SSLC അല്ലെങ്കിൽ തത്തുല്യം, യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 22 രാവിലെ 10 വെച്ചൂച്ചിറ സർക്കാർ പോളിടെക്നിക് കോളേജിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അയിരൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വിവിധ തസ്തികകളിലെ ഓരോ ഒഴിവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ സഹിതം ജൂലൈ 22 രാവിലെ 11 അയിരൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ബിരുദവും അംഗീകൃത ആയുർവേദ ഫാർമസിസ്റ്റ് കോഴ്സും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് BPT ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നൈറ്റ് സെക്യൂരിറ്റി തസ്തികയിലേക്ക് SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രാദേശികവാസികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കുക്ക് തസ്തികയിലേക്ക് 8ാം ക്ലാസ്സും പ്രവൃത്തി പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ. പ്രാദേശികവാസികൾക്ക് മുൻഗണന ലഭിക്കും. ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് 8ാം ക്ലാസ്സും പ്രവൃത്തി പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രാദേശികവാസികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി പട്ടികവർഗ വികസന ഓഫീസിലും ഓഫീസിന്റെ പരിധിയിലെ പൂതാടി, ചീങ്ങേരി, നൂൽപ്പുഴ, പുൽപ്പള്ളി, സുൽത്താൻ ബത്തേരി TE ഓഫീസുകളിലും പ്രവർത്തിക്കുന്ന സഹായ കേന്ദ്രങ്ങളിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നുണ്ട്. പ്രായപരിധി 2026 ജൂലൈ 1 25-നും 35-നും മധ്യയാണ്. പ്രതിമാസം 13,000 രൂപ ഹോണറേറിയത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള +2 അടിസ്ഥാന യോഗ്യതയുള്ളവരും ഡാറ്റ എൻട്രി, ഇന്റർനെറ്റ് എന്നിവയിൽ പരിജ്ഞാനമുള്ളവരുമായ സുൽത്താൻ ബത്തേരി താലൂക്കിൽ താമസിക്കുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താൽപ്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സുൽത്താൻ ബത്തേരി മിനി സിവിൽ സ്റ്റേഷനിലെ പട്ടികവർഗ വികസന ഓഫീസിൽ ജൂലൈ 23 രാവിലെ 10:30 നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ പുതുപ്പരിയാരം വനിതാ ഹോസ്റ്റലിലെ വനിതാ വാർഡൻ തസ്തികയിലേക്ക് താൽക്കാലിക കരാർ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത SSLC ആണ്. പ്രായപരിധി 2026 ജനുവരി 1-നും 30-നും 60 വയസ്സിനും മധ്യയാണ്. ഹോസ്റ്റൽ നടത്തിപ്പിലോ അഡ്മിനിസ്ട്രേഷനിലോ മുൻപരിചയമുള്ളവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും മുൻഗണന ലഭിക്കും. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി ജൂലൈ 22 രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കൊടുവായൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നുണ്ട്. അപേക്ഷകർ 40 വയസ്സ് കവിയാത്തവരും DMLT അല്ലെങ്കിൽ BSc MLTയും പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ലഭിച്ചവരുമായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, വയസ്സ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ പകർപ്പ് സഹിതം ജൂലൈ 22 ഉച്ചയ്ക്ക് 2 ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് സമഗ്ര ശിക്ഷ
ശിക്ഷ കേരള തൃശൂർ ജില്ലാ പ്രോജക്റ്റ് ഓഫീസിൻ്റെ കീഴിൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന KGBV ഗേൾസ് ഹോസ്റ്റലിലേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്ത പാർട്ട് ടൈം ടീച്ചർ, അസിസ്റ്റന്റ് കുക്ക് തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. പാർട്ട് ടൈം ടീച്ചർ തസ്തികയ്ക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും BEഡുമാണ് യോഗ്യത. അസിസ്റ്റന്റ് കുക്ക് തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നവർ 8ാം ക്ലാസ് പാസ്സായിരിക്കണം. ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കാറ്ററിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രമുഖ സ്ഥാപനത്തിൽ പാചകക്കാരിയായി 3 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. പ്രായം 25നും 50നും മധ്യയാണ്. പ്രദേശവാസികൾക്കും ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്നവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി ജൂലൈ 22 രാവിലെ 10:30 ചാലക്കുടി KGBV ഗേൾസ് ഹോസ്റ്റലിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള ജല അതോറിറ്റിയുടെ ആലപ്പുഴ പ്രോജക്ട്സ് ഡിവിഷന് കീഴിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് JJM പ്രോജക്റ്റ് വോളണ്ടിയർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. 89 ദിവസത്തേക്കാണ് നിയമനം. JJM പ്രോജക്റ്റ് വോളണ്ടിയർ തസ്തികയിലേക്ക് ITI, സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്ലംബിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് DCI യോഗ്യതയും ഉണ്ടായിരിക്കണം. ജൂലൈ 23 ആലിശ്ശേരിയിലുള്ള പ്രോജക്റ്റ് ഡിവിഷൻ കാര്യാലയത്തിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് അഭിമുഖം. അമ്പലപ്പുഴ, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ സ്ഥിര താമസക്കാർക്കും ജലവിതരണ രംഗത്ത് മുൻപരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.